ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും അച്ഛനും അമ്മയും പറഞ്ഞതല്ലേ, അനുസരിക്കും. ജഗന്റെ ന്യായങ്ങൾ കൂടി ഞാൻ കേൾക്കാം. ഈ താലിച്ചരട് നിലനിർത്താൻ മാത്രം. രാജീവിനെ കൊന്ന പ്രതിയെ കുരുക്കാൻ പെറ്റീഷനും കൊടുത്ത് കാത്തിരിക്കല്ലേ വന്ദന. നിരപരാധിയായ ആ മനുഷ്യന്റെ കയ്യില് വിലങ്ങണിയിച്ചത് ഈ നിൽക്കുന്ന വന്ദനയാ. ആ മനുഷ്യന്റെ മരണത്തിന് കാരണക്കാരനായ ഒരുത്തൻ സ്വന്തം ഭർത്താവായാലും മാപ്പ് കൊടുക്കാൻ എനിക്ക് കഴിയില്ല. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഡ്രൈവിംഗിന്റെ ബാലപാഠം പോലും അറിയാത്ത വിനു രാജീവിനെ കാറടിച്ചു കൊന്നുപോലും. അതും നേരെ ചൊവ്വെ കേൾക്കാനും സംസാരിക്കാനും കഴിവില്ലാത്തവൻ. അങ്ങനെയുള്ളവന് ലൈസൻസ് പോലും കൊടുക്കില്ലെന്ന് അറിയില്ലേ അവർക്ക്? എങ്കിൽ മാധവന്റെ കുടുംബത്തെ തുലയ്ക്കാൻ ആരായി തിരക്കഥ ഉണ്ടാക്കിയത്? ഏത് ദുഷ്ടശക്തിയാ ഈ നാടകത്തിനൊക്കെ അണിയറയിൽ ചരട് വലിക്കുന്നത്? മാധവനെടുത്ത് വളർത്തിയത് കൊണ്ട് നാക്കും മൂക്കും ഇല്ലാത്തവന് പോലും രക്ഷയില്ലെന്നോ? മാധവേട്ടൻ ആരോടാ ഇതൊക്കെ ചോദിക്കുന്നത്? ആരോട് ചോദിക്കാൻ? എന്നോട് തന്നെ ചോദിച്ച് കലി അടക്കാമെന്നല്ലാതെ ആരോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. എന്റെയും നിന്റെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കിയ മക്കളായിരുന്നു വന്ദനയും വർഷയും. വർഷമോള് പോയി. വന്ദന വക്കീലന്മാരുടെയും കോടതിയുടെയും ലോകത്തും പോയി. ഇനി നമുക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ ചന്ദ്രു. ഞാൻ കരയുമ്പോ നീ കരയുമ്പോ ഞാനും ആശ്വസിപ്പിക്കാം. ആദ്യ പിടിക്കാനും കരയാനും മാത്രം വിധിക്കപ്പെട്ടവരാ നമ്മള്. ജഗന്റെയും വന്ദനയുടെയും കുഞ്ഞിനെ ലാളിക്കുന്നത് വരെ നമ്മൾ സ്വപ്നം കണ്ടില്ലേ? അവരുടെ ഐക്യത്തിന്റെയും കെട്ടുറപ്പിന്റെയും നല്ലൊരു ജീവിതം വരെ മനസ്സിൽ ഉറപ്പിച്ചില്ലേ? എന്നിട്ട് ഒരാള് പ്രതിയായി അകത്ത്, മറ്റൊരാള് കടിച്ചു കയറാനുള്ള ശത്രുതയുമായി പുറത്ത്. എല്ലാം തകിടം മറിഞ്ഞില്ലേ? താളം തെറ്റിയില്ല. പാപികളാ നമ്മൾ, മഹാപാപികൾ. ചന്ദ്രു, ചന്ദ്രു എന്തൊക്കെ പറയുന്നേ? എനിക്ക് ഒരിടം വരെ പോണം. തിരിച്ചു വരുന്നത് വരെ നമ്മള് നിങ്ങളെ ഏൽപ്പിക്കാം. മോളെങ്ങോട്ടാ പോകുന്നത്? പോലീസ് സ്റ്റേഷനിലേക്ക്. എനിക്ക് ജഗനെ നേരിട്ടൊന്ന് കാണും. നീ വരുന്നുണ്ടോ? ഇല്ല. മോളെ, കാര്യങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരു തീരുമാനം എടുക്കാവൂ. ജഗന് പറയാനുള്ളത് നീ ക്ഷമയോടെ കേൾക്കണം. അതെ മോളെ, ഏത് സാഹചര്യത്തിലാണ് ജഗൻ കുറ്റം ഏറ്റെടുത്തതെന്ന് മനസ്സിലാക്കണം മോളെ. ഏത് സാഹചര്യത്തിലായാലും ജഗൻ ചെയ്ത ക്രൂരതയ്ക്ക് അവന് വധശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക ചെയ്യേണ്ടത്. എന്തായാലും അച്ഛനും അമ്മയും പറഞ്ഞതല്ലേ, അനുസരിക്കും. ജഗന്റെ ന്യായങ്ങൾ കൂടി ഞാൻ കേൾക്കാം. ഈ താലിച്ചരട് നിലനിർത്താൻ മാത്രം.
മോളെ മോളെ രാജുമേനോന്റെ മരണത്തിന് അതിന് കാരണക്കാരനായ കൊലയാളി ഞാനാ. ജഗ വെറുതെ വെറുതെ അല്ല. അന്ന് അച്ഛനെ കൊണ്ട് പാർട്ടി മീറ്റിങ്ങിന് മഴയത്ത് ഓവർ സ്പീഡിൽ പോയ എന്റെ വണ്ടി അടിച്ച രാജുമേനോൻ കൊല്ലപ്പെട്ടത്. കൊട്ടാ